വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴിയും ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു തീർന്ന ചെന്നായ്ക്കൾ ആകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞെരികളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയെന്ന് തീർത്തു പറയും. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീടുമുണ്ടുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേലടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതുമായിരുന്നു ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഇരിക്കാമല്ലോ. വിജയകരമായ 50 നോമ്പിൻ്റെ ആദ്യത്തെ വാരത്തിൽ വ്യാഴാഴ്ച വരെ നമ്മൾ നോമ്പെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങൾ നമ്മൾ വായിച്ചു കേട്ട തിരുവചനങ്ങൾ 50 നോമ്പിൻ്റെ ആദ്യത്തെ വാരത്തിൽ നമുക്ക് വിജയം തന്നു. നമ്മുടെ പ്രാണനെ ജീവൻ്റെ ഉറവിടമായ യേശുവിൽ എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അതോ ഇടുക്കുവാതിലൂടെ കയറാതെ നമ്മുടെ പ്രാണൻ പാതാളത്തിൽ പോയോ എന്നൊക്കെ പരിശോധിപ്പാൻ ഈ 1-ാമത്തെ വാരത്തിലെയും അതിന് നമുക്ക് സഹായകരമാണ്. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം സമാഹരിക്കുന്ന വേദഭാഗങ്ങളെല്ലാം നമ്മൾ വായിച്ചു കേട്ടത്. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാണ്, ഇതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളത് കണ്ടെത്തുന്നവർ ചുരുക്കമാണെന്നും പറയുന്നു. നമ്മൾ ആ കണ്ടെത്തിയവരുടെ കൂട്ടത്തിലാണോ കണ്ടെത്താത്തവരുടെ കൂട്ടത്തിലാണോ? ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മൾ സ്വയപരിശോധന ചെയ്യുകയാണ്. സാധാരണ വ്യാഴാഴ്ച ദിവസങ്ങളുടെ വിശുദ്ധ കുർബാനയുള്ളതാണ്, ഇന്ന് കുർബാനയില്ല. എന്തുകൊണ്ടാണ് ഈ നോമ്പിൻ്റെ കാലത്ത് 50 നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ കുർബാന ചൊല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ശനി ഞായർ ദിവസങ്ങൾ കുർബാന ചൊല്ലുന്നത് എന്തിനാണ്? അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിലെ വിശുദ്ധ കുർബാനയുടെ ഉദ്ദേശം എന്താണ്? തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള 5 ദിവസങ്ങളിലെ കുർബാന ഒഴിവാക്കിക്കൊണ്ടുള്ളതായ നമ്മുടെ ഉപവാസത്തിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ആവശ്യം എന്താണ്? അതിൻ്റെ പ്രയോജനം എന്താണ്? ഇന്ന് കുർബാന ഇല്ലെന്ന് പറഞ്ഞാൽ പലരും വരാത്തത്. കുർബാന ഇല്ലെങ്കിലും വരണം. എന്തിനാ കുർബാന മാറ്റിവെച്ചെന്ന് അന്വേഷിക്കണ്ടേ? അതും ചോദിക്കേണ്ടതായിരുന്നു. സാധാരണ കുർബാന ഇല്ലുന്ന ഈ ദിവസങ്ങളിൽ എന്തുകൊണ്ട് കുർബാനയില്ല? ഇപ്പോൾ കുർബാന മാറ്റിവെച്ചതിന് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ കാര്യം സാധിക്കണ്ടേ? സാധിക്കണം. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിലെ കുർബാനയും കുർബാന ഇല്ലാത്ത ദിവസങ്ങൾ ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതെല്ലാം ഈ പരീക്ഷയിൽ നമുക്ക് വിജയം നൽകുന്ന കാര്യങ്ങളാണ്. കുർബാന ചൊല്ലാതിരിക്കുന്നു, കുർബാന ചൊല്ലുന്നു, കുർബാന അനുഭവിക്കുന്നു, ഇതെല്ലാം നമുക്ക് പ്രയോജനകരമാകണമെങ്കിൽ ഇടുക്കുവാതിലൂടെ നമ്മുടെ പ്രാണൻ കർത്താവിൻ്റെ അകത്ത് കയറി കർത്താവിൻ്റെ മാറിലെത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് മണവാട്ടിയാകാനൊക്കെ ഉള്ളൂ.
അത് ആ വഴി കണ്ടെത്തി നമ്മുടെ പ്രാണൻ യേശുവിനുള്ളിൽ എത്തിയാലേ രക്ഷപ്പെട്ടു എന്ന് പറയാനൊക്കെ ഓരോ ദിവസത്തെയും പ്രാണൻ അങ്ങനെ രക്ഷപ്പെടേണ്ടതാണോ? ഇത്രയും നാളത്തെ നമ്മുടെ പ്രാണൻ മുഴുവൻ രക്ഷപ്പെട്ട് യേശുവിനുള്ളിൽ എത്തിയോ? ഈ ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്. ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പ് എന്ന് പറഞ്ഞ ഈ വാതിലെന്ന് പറയുന്നത് ഏതാണ്? അപ്പൊ ഈ ലോകത്തിൽ കാണുന്ന കാര്യങ്ങൾ, ആത്മലോകത്തിലെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റിയ വിധത്തിലാണ് കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആത്മലോകത്തിലെ കാര്യങ്ങളുടെ ഒരു നിഴലാണ്. ആത്മലോകത്തിൽ വഴിയുണ്ട്, വാതിലുണ്ട്. അവിടുത്തെ യാഥാർത്ഥ്യങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയ വിധത്തിലാണ് ഈ ഭൂമിയെ ഇങ്ങനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ദൈവരാജ്യത്തിന്റെ ആത്മലോകത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഉപമകൾ ഉപയോഗിക്കുവാൻ പറ്റിയ വിധത്തിലാണ് കർത്താവ് ഈ ഭൂമിയിലെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ കാണുന്ന കാര്യങ്ങളുടെ പുറകിൽ കാണാത്ത യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഈ ആരാധന സ്ഥലത്തേക്ക് വാതിൽ വഴിയാണ്. ഇവിടെ പല വാതിലുകളുണ്ട്. ആ വാതിൽ അടച്ചിരിക്കുമ്പോൾ നമുക്ക് കയറാൻ കഴിയില്ല. വാതിൽ തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് വന്നവർ വാതിലൂടെ അകത്ത് കയറിയിരിക്കുക. പക്ഷെ ശരീരം അകത്ത് കയറിയെങ്കിലും നമ്മുടെ പ്രാണൻ, നമ്മുടെ ദേഹി, നമ്മുടെ ബോധവിചാര ഹൃദയമണ്ഡലം യേശുവിൻ്റെ അകത്ത് കയറിയോ? അത് പരിശോധിക്കണം. അപ്പോൾ കർത്താവ് വാതിലുമാണ് വഴിയുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കർത്താവ് രണ്ടും തിരിച്ചു പറഞ്ഞ് വഴിയിൽ കൂടെ നടന്ന് നമ്മളിവിടെ വന്നു, അല്ലെ വഴിയിൽ കൂടെ യാത്ര ചെയ്തിവിടെ വന്നു, വാതിൽ കൂടെ അകത്ത് കയറി. നമ്മുടെ ശരീരത്തിന് പരിചയമുള്ള രണ്ട് കാര്യമാണ് വഴിയും വാതിലും. എന്നാൽ നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യൻ, ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറഞ്ഞ മൂന്ന് ഘടകങ്ങൾ, അകത്തെ മനുഷ്യനും വഴിയും വാതിലും ഒക്കെ ഉണ്ട്, ഭവനവും ഉണ്ട്. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ കർത്താവിൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ? കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ? നമ്മൾ ഏതെങ്കിലും വീട്ടിൽ താമസിക്കുന്ന പോലെ തന്നെ നമുക്ക് കർത്താവിൻ്റെ അകത്ത് താമസിക്കാൻ സാധിക്കും. കർത്താവ് നമ്മുടെ അകത്ത് താമസിക്കാൻ സാധിക്കും. ഈ സാധ്യത എത്രത്തോളമായി? ഇതും പരിശോധിക്കണം. ഈ കാണുന്ന ആകാശവും ഭൂമിയും എപ്പം വേണമെങ്കിലും അപ്രത്യക്ഷമാകുന്നതാണ്. ഇത് താൽക്കാലികമാണ്. ഇത് നശിച്ചു പോകുന്നതാണ്. ഇത് കത്തിപ്പോകുന്നതാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരാൻ പോകുന്നു. അപ്പോൾ ഈ താൽക്കാലികമായ ലോകത്തിൽ നമ്മൾ പിറന്നു വീണിരിക്കുന്നു. എപ്പം വേണമെങ്കിലും നമ്മൾ ചത്തുപോകാം, എപ്പോൾ വേണമെങ്കിൽ ഭൂമിയും പോകാം. അതിനു മുമ്പേ നമ്മൾ ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഒരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ആ വീട്ടിലേക്ക് കയറാനുള്ള വഴി നമ്മൾ നോക്കുന്നുണ്ടോ? ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ നോമ്പിന്റെ കാലങ്ങൾ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇടുക്കവും ഞെരുക്കമുള്ളതാണ് ഈ വഴിയെന്നും ഈ വാതിലെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ തിരുവചനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വിവേചിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ചൊല്ലുന്ന ആഴ്ചകൾ നമുക്കുണ്ട്. എന്നാൽ നോമ്പിന്റെ കാലങ്ങളിൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ കുർബാന ചൊല്ലാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? കുർബാനയിൽ കൂടെ നമുക്ക് അനുഗ്രഹം കിട്ടും. ഇത് സമാധാനവും വലിയ സ്തോത്രവുമാണ്. അത് നമുക്ക് കർത്താവിൽ വസിക്കുവാനും കർത്താവിന് നമ്മിൽ വസിക്കുവാനും ഒക്കെ സഹായകരമാണെന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ കുർബാനയിൽ കൂടെ മാത്രം കിട്ടുന്ന പ്രശ്നങ്ങളുമുണ്ട് നമുക്ക്. അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് നിർത്തി വെച്ചിരിക്കുന്നത്. കുർബാനയിൽ കൂടി അനുഗ്രഹം കിട്ടിയ പോലെ തന്നെ കുർബാനയിൽ കൂടെ ശാപവും കിട്ടും. ഇത്രയും നാളും കുർബാനയ്ക്ക് പോയിട്ട് അനുഗ്രഹമാണോ ശാപമാണോ കിട്ടിയത്, അതൊന്ന് പരിശോധിക്കണം. അതിനുവേണ്ടി കുർബാനയെ നിർത്തി വെച്ചിരിക്കുക. എത്ര കുർബാന ചൊല്ലിച്ചിരിക്കുന്നു, എത്ര ദിവസം എത്ര പ്രാവശ്യം കുർബാന അനുഭവിച്ചിരിക്കുന്നു. ആ കുർബാന ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി ആയിത്തീർന്നു, അതോ അത് രക്ഷയ്ക്കായോ വരികയോ? കുർബാനയിൽ സംബന്ധിക്കുന്ന സമയം നമ്മുടെ പ്രാണൻ, നമ്മുടെ ജീവൻ, നമ്മുടെ ശക്തി ഇടുക്കുവാതിൽ കണ്ടെത്തി ഇടുക്ക് വഴിയിലൂടെ വഴി സത്യം ചെയ്യുന്ന യേശുവിൻ്റെ ഉള്ളിലെത്തി കർത്താവിൻ്റെ മാറിൽ മറിഞ്ഞാൽ രക്ഷപ്പെട്ടു. കർത്താവിന് മാറിൽ വിശ്രമിക്കുന്ന അവിടെ എത്തിച്ചേരുന്ന പ്രാണന് മാത്രമേ കർത്താവിന് മണവാട്ടിയാകാനും കൂടുള്ളൂ എന്നാണ് കൊലോസ്യർ 3-ാം അധ്യായം വായിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിലെ പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ്റെ മണവാട്ടിയാകുവാനുള്ള വിളി നമുക്കുണ്ട്. ആ മണവാട്ടിയാകാനുള്ള വേലകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പണിസ്ഥലത്ത് പണിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ പണിക്ക് പ്രയോജനപ്പെടുകയും ചെയ്യാം, പ്രയോജനപ്പെടാതെ പോവുകയും ചെയ്യാം. പണിക്ക് വേണ്ടി കൊണ്ടിട്ടിരിക്കുന്ന മണൽ, അതും മഴ പെയ്ത് വെള്ളം ഒലിച്ച് തൊണ്ടിക്കിട്ട് താഴോട്ടങ്ങ് പോവാം.
ഈ കെട്ടിടം പണിയാണ്ട് ഇവിടെ കൊണ്ടിരുന്ന മണൽ നല്ലൊരു പങ്ക് മണല് ഈ കുത്തി ഒലിച്ച് വരുന്ന വെള്ളത്തിനോട് പോയിട്ടുണ്ട്. ആ മണൽ എന്തൊരു സങ്കടമെന്നറിയാവോ? എവിടെയോ കിടന്ന മണൽ വളരെയധികം പണം ചെലവഴിച്ച് ലോറിയെ കയറ്റി ഇവിടെ കൊണ്ടിട്ട് കൃത്യസമയത്ത് അതിന് കോൺക്രീറ്റിനകത്ത് കയറാനെത്തില്ല. പണിക്കകത്ത് പ്രയോജനപ്പെടാൻ സാധ്യതയില്ല. അതിനുമ്പേ മഴ വന്ന് കുത്തി ഒലിച്ചങ്ങ് പോയി. ഇതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ സഭപണിക്ക് ആവശ്യമുള്ളതാണ് നമ്മുടെ ഓരോ ദിവസത്തെ പ്രാണൻ. നമ്മുടെ ഓരോ ദിവസത്തെ പ്രാണൻ സഭയാകുന്ന കെട്ടിടത്തിൻ്റെ ഏതെങ്കിലും ഭാഗമായി തീരേണ്ടതാണ്. അല്ലാതെല്ലാം പോക്കാം. നമ്മൾ ഒഴുകി ഒലിച്ച് ഏതോ കുഴിയിലോട്ട് പോയി നഷ്ടപ്പെട്ട മണലിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ പ്രാണൻ, അതോ പണിയപ്പെട്ട ആവശ്യത്തിൻ്റെ ഭാഗമാണ്? പണി കഴിഞ്ഞിരിക്കുന്ന അല്ലെ പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കയറി പറ്റിയ മണൽ വലിയ സന്തോഷമാണ്. ഞാനൊരു കെട്ടിടത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു, എനിക്കിനി സംരക്ഷണയുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകാതെ അതിനെ പൊതിയാൻ ഇനി ഇതിൻ്റെ പുറകെ പല പണികൾ ചെയ്യും. അവസാനം ഇത് പുതാശ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് സുന്ദരമായ രൂപം അതിന് ലഭിക്കും. എല്ലാവരും കണ്ട് സന്തോഷിക്കത്തക്ക മനോഹരമായ രൂപം പ്രാപിച്ചതിൻ്റെ മണൽ എന്നല്ല പിന്നെ പേര്. പിന്നെ അതിന് ഏതെങ്കിലും ഒരു നല്ല പേര് കിട്ടും. പള്ളിയെന്നോ ഗ്രേസ്വില്ല എന്നോ സന്തോഷഭവനമെന്നോ ഇങ്ങനെയൊക്കെ ഏതാ പുതിയ പേരോടുകൂടി ആ ഭവനം ശോഭിക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഭവനമായി ശോഭിക്കണമെങ്കിൽ നമ്മുടെ നാൾതോറുമുള്ള പ്രാണൻ പാപത്തിൻ്റെ കുത്തൊഴുക്കിൽ, ജഡമോഹത്തിൻ്റെയും കൺമോഹത്തിൻ്റെയും ജീവിതത്തിൻ്റെ പ്രാപത്തിൻ്റെയും കുത്തൊഴുക്കിൽ ഒലിച്ചൊഴുകി പോവുകയാണോ, അതോ ഏതെങ്കിലും കുഴിയിൽ ചെന്ന് വീഴുകയാണോ, അതോ കോൺക്രീറ്റിനകത്ത് കയറി അത് കെട്ടിടത്തിൻ്റെ ഭാഗമാകുന്നുണ്ടോ? ഈ സൂക്ഷ്മത നമുക്കുണ്ടോ? ഈ ഒഴുകി ഒലിച്ചു പോയ ആ പണൽ വേണമെങ്കിൽ തിരികെ കൊണ്ടുവരാൻ വഴിയുണ്ട്. ഈ വെള്ളം ഒഴുകി പോയ വഴിയേ പോകാമെങ്കിൽ അത് പലയിടത്ത് കെട്ടിക്കിടപ്പുണ്ടാകാം, പലയിടത്ത് കുടുങ്ങി കിടപ്പുണ്ടാകാം. അത് ഏത് കുഴിയിൽ പോയി കിടക്കുന്ന അവിടെ നിന്ന് കോരി എടുത്തുകൊണ്ട് പിന്നെയും കൊണ്ടുവരാം. അത് ബന്ധപ്പാടാ, ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. തപ്പിപ്പിടിച്ച് പോകണം. അത് ആരുടെയെങ്കിലും പറമ്പിൽ ചെന്ന് കയറിയെങ്കിൽ നമ്മൾ കോരാൻ ചെന്ന് സമ്മതിക്കുമോ? ഇതിപ്പോൾ എൻ്റെ മണലാണെന്ന് പറയും. നിങ്ങളുടെ മണലാണെങ്കിൽ നിങ്ങൾ എന്നാ നോക്കാഞ്ഞ്? ഇപ്പം അതെൻ്റെ ഇത് ഈ ഒഴുകി പോകുന്ന വേറെ വല്ല പറമ്പിൽ കൂടിയാണ്. അവിടെ ചെന്ന് കയറി അവിടെ കിടപ്പുണ്ട്. അവരതിനെ കോരി എടുത്ത് വേറെ ഒരു കാര്യത്തിന് ഉപയോഗിച്ചെന്നിരിക്കും. ഇതുപോലെ നമ്മളിൽ നിന്ന് ഒഴുകി ഒലിച്ചു പോകുന്ന മണൽ പിശാചിൻ്റെ പറമ്പിൽ ചെന്ന് കയറുക. അതുകൊണ്ട് അവൻ്റെ പാതാളത്തിൻ്റെ ഗോപുരം പണിയുക. പാതാളത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഭാഗമായ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഒക്കും. പിന്നെ തല്ലിപ്പൊട്ടിച്ച് തിരികെ കൊണ്ടുവരാൻ അവൻ പറയുന്ന പൊന്നുമല കൊടുക്കണം. നമുക്ക് പറ്റിയിരിക്കുന്ന ഗതികേട് ഇതാണ്. കർത്താവിൻ്റെ ഭവനം പണിയാൻ കൊണ്ടിട്ടിരിക്കുന്ന മണല് പിശാചിൻ്റെ ഗോപുരം പണിക്ക് അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അത് പാതാളത്തിൽ ചെല്ലുക. അപ്പോൾ സ്വർഗത്തിൽ ചെല്ലേണ്ട പ്രാണൻ പാതാളത്തിൽ ചെന്ന് ചേരുന്നു. എപ്പോഴാണ് പാതാളത്തിൽ ചേരുന്നത് എന്നുള്ള കാര്യം 49-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അത് പിന്നെയും വായിക്കുക. എത്ര വായിച്ചാലും നമുക്ക് പിന്നെയും മനസ്സിലാകുകയില്ല. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാണ്. അവിടെ പ്രാണൻ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയിക്കുന്നു, മരണം അവരുടെ ഇടയൻ. അപ്പം മരണം നമ്മുടെ ഇടയനും പാതാളം നമ്മുടെ വാർപ്പിടവും ഒക്കെയായി നമ്മുടെ പ്രാണൻ. എത്ര നാളത്തെ പ്രാണൻ പാതാളത്തിൽ കിടപ്പുണ്ട്. അത് അവിടേക്ക് പോകാൻ എന്താ കാരണം? ജഡമോഹത്തിൻ്റെയും കൺമോഹത്തിൻ്റെയും ജീവിതത്തിൻ്റെ പ്രതാപത്തിൻ്റെയും കുത്തൊഴുക്കിൽപ്പെട്ട് ഒലിച്ചു പോയതാ. ആദാമിൻ്റെ ഹവയുടെയും പ്രാണൻ എങ്ങനെ പാതാളത്തിലെത്തി? വിലക്കപ്പെട്ട പഴം മോഹിച്ചു, എടുത്തു, തിന്നു. ദൈവത്തിൻ്റെ കൽപ്പനയെ അവഗണിച്ചു, അവിശ്വസിച്ചു, അനുസരണം കേട്ടു. പിശാച് പാമ്പിനകത്തോടെ കയറി വന്ന് ആ പാമ്പിൻ്റെ സുന്ദരമായ മോഹനീയമായ വാക്കുകളിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ച് പിശാചിനുമായിട്ട് കൂട്ടുകൂടി വിലക്കപ്പെട്ട് തിന്നതോടുകൂടി മോഹം ഗർഭം ധരിച്ച് പാപത്തെയും പാപമെടുത്തിട്ട് മരണത്തെയും പ്രസവിച്ചു. മരിച്ച പ്രാണൻ പാതാളത്തിലെത്തി. മൃത്യു മേയിക്കുന്ന ഇടമായത് മാറി, പാതാളം പാർപ്പിടമായി. പിന്നെ കർത്താവ് കാൽവറി മലയിൽ മരിച്ച് പാതാളത്തിൽ ചെന്ന് പാതാളത്തിലോട് പ്രസംഗിച്ച് അവിടെ പ്രാണനെ പൊന്നുമല കൊടുത്ത് തിരികെ വാങ്ങിച്ച് തൻ്റെ ഉള്ളിലാക്കിയപ്പോഴാണ് ഇന്ന് നീ എന്നോട് പ്രതീക്ഷയായിരിക്കുന്നു പറഞ്ഞ കള്ളന് പ്രതീക്ഷക്കാരാണത്തത്. ആദാമിനെ ഉപയോഗിക്കും. ആയിരക്കണക്കിന് വർഷത്തിന് ശേഷമാണ് നഷ്ടപ്പെട്ട ആ പ്രതീക്ഷയിലേക്ക് മടങ്ങി വരാനത്തത്. നമ്മുടെ അവസ്ഥ എന്താ? അപ്പോൾ ഇങ്ങനെയുള്ള അപകടം ഇതിനകത്തുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസത്തെ പ്രാണൻ ഇങ്ങനെ ഒലിച്ചു പോകാതെ സൂക്ഷിച്ചു വെക്കണം. മണലിറക്കുന്നവർ മഴ പെയ്യും, മഴ പെയ്താൽ ഇത് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നവർ എന്നാ ചെയ്യും? ആ മണൽ കൂട്ടിയിട്ട് അതിന് ചുറ്റും കല്ലൊക്കെ വെച്ച് അഥവാ വെള്ളം വന്നാലും പോകാതിരിക്കാനുള്ള മറയൊക്കെ ചെയ്ത്
അത് മുകളിലൊരു ടാർപോളിനൊക്കെ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചൊക്കെ വെക്കും. അപ്പം മഴ പെയ്താൽ പോവോ? ഇതുപോലെ മുൻകരുതൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഈ ലോകത്തിൻ്റെ കൊത്തൊഴുക്കിൽ നമ്മുടെ പ്രാണൻ ഒലിച്ചു പോകാതിരിക്കാനുള്ള മുൻകരുതൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ? പോയെങ്കിൽ അത് ചോദിക്കുന്ന പൊന്നുമലെടുത്ത് തിരിച്ചെടുത്തിട്ടുണ്ടോ? അതിനൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥനയും ഉപവാസവും നോമ്പും വെച്ച്. പ്രാർത്ഥനയാൽ ഉപവാസം അല്ലാതെ ജാതി നീങ്ങിപ്പോ. ജാതിയുടെ അവകാശം തീരാൻ പ്രാർത്ഥനയും ഉപവാസവും ധ്യാനവും ആരാധനയും ആവശ്യമാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കഴിഞ്ഞ കാല ജീവിതത്തിലെ നമ്മുടെ കുർബാനകൾ നമ്മുടെ പ്രാണനെ സ്വർഗത്തിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ, അത് പാതാളത്തിലാണ് നമ്മളെ എത്തിച്ചതെങ്കിൽ ആ കേസ് തീർക്കാൻ വേണ്ടി കുർബാന നിർത്തിയിരിക്കുക. അപ്പോൾ നല്ലതാണ്. ആദ്യത്തെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച ഒരാൾ കെട്ടിയാകേണ്ടി വന്നു. അതാരാ? യൂദാസ് ഇസ്കറിയോത്ത. കർത്താവിന് ശിഷ്യനായിരുന്നു, കുർബാന അനുഭവിച്ചു. കുർബാന അനുഭവിച്ചപ്പോൾ പിശാച് അങ്ങോട്ട് കയറിയെന്ന്. അതുവരെ പിശാച് വെളിയിൽ മാറി നിൽക്കുകയായിരുന്നു. അവൻ കർത്താവിൻ്റെ ട്രസ്റ്റി ആയിട്ട് ജോലി ചെയ്തു. അപ്പോൾ അവൻ്റെ ഉള്ള ഭൂതത്തിനെ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. എനിക്ക് ഇവനെ ആവശ്യമുണ്ട്. ആ മാറി നിന്നു. പക്ഷെ 3.5 കൊല്ലം കൂടെ നടന്നെങ്കിലും കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ കയറാഞ്ഞതുകൊണ്ട് കർത്താവിൻ്റെ ജാമ്യത്തിലാണ് അവനെ 3.5 കൊല്ലം ട്രസ്റ്റിപ്പണി ചെയ്യാനൊത്തത്. പക്ഷെങ്കിൽ അവൻ്റെ ഉള്ളിൽ വചനത്തിന് ഇടമില്ലാതിരുന്നതുകൊണ്ട് കർത്താവിൻ്റെ മരിക്കേണ്ട സമയമായപ്പോൾ ജാമ്യം പിൻവലിച്ചു. ഏതാ? നീ നിന്നെ തന്നെ ശോധന ചെയ്ത് വചനം ഉൾക്കൊണ്ട് എന്നെ വിശ്വസിച്ചുകൊണ്ട് വേണം ഇത് കഴിക്കാൻ. അവൻ വിശ്വസിക്കാനും ഒത്തില്ല, വചനം ഉൾക്കൊള്ളാനും ഒത്തില്ല, മാനസാന്തരപ്പെടാനും ഒത്തില്ല. മാനസാന്തരപ്പെടാതെ അത്യാഗ്രഹിയായി, കള്ളനായി, നാശയോഗ്യനായി, സ്വയപരിശോധന ചെയ്യാതെ അവനും വാവിളിച്ചു, കുർബാന അനുഭവിച്ചു. വെളിയിൽ നിന്ന് ചാടിയം കയറി. ഇത്രയും നാളും എൻ്റെ വകയായിരുന്ന അവനെ നീ കൊണ്ടു നടന്നു. ഇനിയും ഞാൻ സമ്മതിക്കില്ല. നീ എന്നെ മാറ്റി നിർത്തി. ഇനിയും പറ്റുകയില്ല. ഈ കുർബാന അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നീ അങ്ങോട്ട് കയറാൻ പോ. എനിക്ക് അവകാശമുള്ള സ്ഥലമാ, കയറാൻ പാടില്ല, ഞാനാ കയറുന്നത് പറഞ്ഞ് ചാടി തള്ളി അങ്ങോട്ട് കയറി. ഇപ്പോൾ കുർബാന അനുഭവിക്കുമ്പോൾ ഒന്നിൽ കർത്താവ് അല്ലെ പിശാച് അകത്ത് കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുർബാന അനുഭവിച്ചപ്പോൾ ആരാ കയറിയത്? പിശാചിൻ്റെ അവകാശം തീരാതെ കുർബാന അനുഭവിച്ചാൽ പിശാച് ആടിയം കയറും. നിനക്ക് കർത്താവിനോട് കയറാൻ പാടില്ല, എനിക്ക് അവകാശമുണ്ട്, അവൻ എന്നെ അവനെ തന്നെ എനിക്ക് വിറ്റതാണോ, അതുകൊണ്ട് എൻ്റെ സ്ഥലത്ത് ഞാൻ കയറും, വേറൊരുത്തനും കയറാൻ പാടില്ല എന്ന് പറഞ്ഞ ന്യായമല്ലേ? കർത്താവ് പാവം കരഞ്ഞുകൊണ്ടങ്ങ് പോവും. പിശാച് കയറി അങ്ങ് കൊടികുത്തി വാഴുകയും ചെയ്യും. ഇപ്പോൾ കുർബാന അനുഭവത്തിൽ കൂടെ മാത്രം മരണവും പാപവും ശാപവും രോഗവും എന്ന് മാത്രം വന്നു കാണും. അത് പരിശോധിക്കാനാണ് കുർബാന നിർത്തിയിരിക്കുന്നത്. ഈ കാര്യം അപ്പോസ്തലനായ പൗലോസിനെ അറേബ്യയിൽ തപസ് ചെയ്തപ്പോൾ കർത്താവ് TV കാണിക്കുന്ന പോലെ കാണിച്ചു കൊടുത്തു. കർത്താവിനെ ജീവചരിത്രം മുഴുവനും കർത്താവ് പൗലോസിനെ കാണിച്ചു കൊടുത്തിട്ട് അതാണ് സുവിശേഷകനായ അപ്പോസ്തലനായി വേല ചെയ്തത്. 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ കുർബാന അനുഭവിക്കുമ്പോൾ സംഭവിക്കാവുന്ന ഒരു അപകടം 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവന് ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തിൻ്റെ കൂടെ ശിക്ഷയിൽ അകപ്പെടാതിരിക്കുന്നതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അപ്പോൾ കുർബാന അനുഭവിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബലഹീനരായോ? കുർബാന കഴിഞ്ഞപ്പോൾ ബലം കൂടിയോ ബലം കുറഞ്ഞോ? കുർബാന കഴിഞ്ഞപ്പോൾ ബലം കുറയുകയായിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം പിശാചിനകത്ത് ഇടയുണ്ടാകും, അവനും കയറിയെന്നാണ് അതിൻ്റെ അർത്ഥം. കുർബാന അനുഭവിച്ച ശേഷം രോഗിയായെങ്കിൽ ആ രോഗം പിശാചിൻ്റെ അവകാശം തരാതെ കുർബാന അനുഭവിച്ചുകൊണ്ടുമാകാം. അങ്ങനെ കുർബാന അനുഭവിച്ചതുകൊണ്ട് ഉണ്ടായ ബലഹീനത, കുർബാന അനുഭവിച്ചുകൊണ്ട് സത്യകുമ്പസാരം നടത്താതെ കുർബാന അനുഭവിച്ചുകൊണ്ട് ഉണ്ടായ രോഗം, അത് ശിക്ഷയാണ്. അങ്ങനെയാണ് ഞാൻ ഈ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ കുർബാന അനുഭവിക്കുന്നില്ല. കുമ്പസാരിക്കാൻ ഒരുങ്ങുക. ഞാൻ എന്തെല്ലാം കാര്യം ഉപേക്ഷിക്കാനുണ്ട്, ഏതെല്ലാം പിശാചിൻ്റെ അവകാശമുണ്ട്, അവൻ എന്തെല്ലാമാണ് മറുപടി ചോദിക്കുന്നത്, അതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കരയാനും കർത്താവിൻ്റെ കാലിൽ പിടിക്കാനും സ്വർഗ്ഗകോടതിയിലെ കേസ് തീർക്കാനുമാണ് ഈ ദിവസങ്ങളിൽ കാര്യം ഓർപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കുർബാന ചൊല്ലിയ ഒരു പുരോഹിതൻ എന്നതിൽ ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ
സ്വയപരിശോധന ചെയ്യാതെ ഒരുക്കമില്ലാതെ നടത്തിയ കുർബാനയുടെ ഫലമായി ഞാൻ ബലഹീനനായോ, ഞാൻ രോഗിയായോ, എൻ്റെ ഇപ്പോഴത്തെ രോഗം കുർബാനയിൽ ഉണ്ടായ രോഗമാണോ, അതോ യേശു എന്നിൽ ജീവിച്ചിട്ട് രോഗം ശീലിച്ചവനായ യേശുവിൻ്റെ മാതൃകയായിട്ടും കുരിശിൻ്റെ ഭാഗമായിട്ടുള്ള രോഗമാണോ? അങ്ങനെ രണ്ടു തരം രോഗങ്ങളുണ്ട്. യേശു അനേകരുടെ പാപശാപ രോഗങ്ങൾ വഹിച്ചുകൊണ്ട് അവരെ സൗഖ്യമാക്കാൻ വേണ്ടി രോഗിയായി. യൂദോസ്കറിയാത്ത കുർബാന അനുഭവിച്ച് ആത്മഹത്യ ചെയ്യാൻ പ്രേരിതനായി. അപ്പം കുർബാനയ്ക്ക് ശേഷമുള്ള പ്രേരണകൾ, നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ, ചിന്തകൾ മുതലായവ അത് ദൈവാത്മാവിൻ്റേതാണോ അതോ പിശാചിൻ്റേതാണോ എന്ന് പരിശോധിക്കണം. മറ്റുള്ളവർക്ക് നമ്മുടെ ബലം കൊടുത്തതിന് ശേഷം നമ്മൾ ബലഹീനരാകാൻ സാധ്യതയുണ്ട്. കർത്താവ് 3 ദിവസം ഖബറിൽ തൻ്റെ ശരീരം മുറിഞ്ഞ് ചതഞ്ഞ് പൊടിഞ്ഞ് തകർന്ന് 3 ദിവസം ഖബറിൽ കിടന്നു. രോഗം ശീലിച്ചുകൊണ്ടാണ് രോഗശാന്തി ശുശ്രൂഷ ചെയ്തത്. അത് യേശു പാപം ചെയ്തിട്ടല്ല, പാപിയെ വഹിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് പാപിയെ വഹിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന രോഗമുണ്ട്. നമ്മുടെ ബലം മറ്റുള്ളവർക്ക് കൊടുത്തതുകൊണ്ട് നമ്മൾ ബലഹീനരാകാം. കർത്താവ് പകൽ സമയത്തെ വേലകൾ കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്ന് മലയിൽ പോയി തലവേദന എടുത്തിരിക്കുന്ന രംഗങ്ങൾ കണ്ടവരുണ്ട്. പകൽ സമയത്ത് അനേകരുടെ തലവേദന മാറ്റിയ ആളിന് രാത്രി തലവേദന വരുന്നു. ശക്തനായ അനേകരെ താങ്ങി അനേകരുടെ ഭാരം വഹിച്ച കർത്താവ് ബലഹീനനായി കുരിശും കൊണ്ട് വീഴുന്നു. ഇത് നമുക്ക് വരാം. അപ്പം നമ്മുടെ ബലഹീനത ക്രിസ്തു നമ്മിൽ ജീവിച്ചതുകൊണ്ടുണ്ടായ ബലഹീനതയാണോ, ക്രിസ്തു നമ്മിൽ നിന്ന് പോയതുകൊണ്ടുണ്ടായ ബലഹീനതയാണോ? ഇത് രണ്ടും തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് കുർബാന നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ശനിയും ഞായറും കുർബാന അനുഭവിക്കുമ്പോൾ കുർബാന അനുഭവിച്ചുണ്ടായ പ്രശ്നം തീരാൻ വേണ്ടി പ്രായശ്ചിത്തമായി ഉച്ചവരെയോ സന്ധ്യ വരെയോ 3 മണി വരെയോ ഞാൻ ഉപവസിക്കുന്നു, കരയുന്നു, കാലയെ പിടിക്കുന്നു, കുറിയിലേശം ചൊല്ലുന്നു, കരുണയുണ്ടാവണമെന്ന് പറയുന്നു. അങ്ങനെ പിതാക്കന്മാരെ ചെയ്തതുപോലെ മരുഭൂമിയുടെ അനുഭവത്തിൽ വീണ്ടും വേദം തോട്ടം പണിയുവാൻ നമ്മളെ തന്നെ ശിക്ഷിക്കുന്ന അനുഭവമാണിത്. നമ്മളെ തന്നെ ശിക്ഷിച്ചാൽ പിന്നെ ശിക്ഷാവധി ഇല്ലെന്നൊരു അതിനെ നമ്മൾ കേട്ടു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. 31-ാം വാക്യത്തിൽ 1 കൊരിന്ത്യർ 11:31. അപ്പോൾ ഈ നോയമ്പിൻ്റെ ആദ്യത്തെ വാരത്തിൽ തിങ്കളാഴ്ച മുതൽ ഈ വ്യാഴാഴ്ച വരെ നമ്മളെ തന്നെ വിധിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒത്തിരി കുർബാന ചൊല്ലിച്ചവരും ചൊല്ലിയവരും അനുഭവിച്ചവരൊക്കെ ആണെങ്കിലും അസുഖം മാറിയിട്ടില്ല, ക്ഷീണവും മാറിയിട്ടില്ല, ചത്തില്ലെന്നേ ഉള്ളൂ, ചാകേണ്ടതായിരുന്നു, ആത്മഹത്യ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ, നിരാശ എത്തിയിട്ടുണ്ട്, നിരാശ വന്നിട്ടുണ്ട്, പിറുപിറുത്തിട്ടുണ്ട്, പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക എന്ന് പറയാൻ ദിവസങ്ങളാണ്. അപ്പം നമ്മുടെ ബലഹീനത കൊണ്ടും അജ്ഞത കൊണ്ടും നമ്മുടെ അശ്രദ്ധ കൊണ്ടും അവിശ്വാസം കൊണ്ടും അത്യാഗ്രഹം കൊണ്ടും പൂർണ്ണ ഒരുക്കമില്ലാതെ കുർബാന ചൊല്ലിക്കുകയും അനുഭവിക്കുകയും ചെയ്തതിൻ്റെ കെടുതികൾ മാറാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യത്തെ 5 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കുർബാന വേണ്ടാന്ന് വെക്കുകയും സ്വയപരിശോധനയും ചെയ്യുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ വിധിക്കുക. ഞാൻ പാപിയാണ്, ഞാൻ അശുദ്ധനാണ്, ഞാൻ അവിശ്വാസിയാണ്, ഞാൻ പിന്മാറ്റക്കാരനാണ്, എനിക്കും പല മോഹങ്ങളൊക്കെ ഉണ്ട്, ജഡമോഹവും കൺമോഹവും ജീവിതത്തിന് പ്രതാപം എനിക്കുമുണ്ട്, അത് പാപമാകുന്നു, അത് മരണമാകുന്നു, എൻ്റെ പ്രാണനെ പാതാളത്തിൽ കളഞ്ഞിരിക്കുന്നു, പാതാളത്തിൽ നിന്ന് എൻ്റെ പ്രാണനെ കുഴഞ്ഞു ചേരുന്ന കാര്യം ഞാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും വചനപ്രകാരം നമ്മളെ തന്നെ വിധിക്കുകയാണ്. നമ്മളെ തന്നെ വിധിച്ചാൽ പിന്നെ ന്യായവിധി ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവസാനത്തെ ന്യായവിധി ഒഴിവാക്കാനും ശിക്ഷാവിധി ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ തന്നെ വിധിച്ചുകൊണ്ട് കേൾക്കുന്ന വചനം പ്രകാരം വേറെ ആരോട് ഉപദേശം പറയാനല്ല, അത് എൻ്റെ കുറവാണെന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ കാലെ പിടിക്കാനാണ്. കാരണം എല്ലാ ദിവസത്തെ ഉച്ചയ്ക്ക് 40 പ്രാവശ്യം കുമ്പിട്ട് നമ്മൾക്കുണ്ടായ അശുദ്ധികൾ പരിഹരിക്കാൻ വേണ്ടി കരുണയുണ്ടാകുമെന്ന് പറഞ്ഞ് കാലെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുരിയിലാശം ചൊല്ലി കുമ്പിട്ട് കരുണയും കൃപയൊക്കെ യാചിക്കുന്നത്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുന്നില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാവും. ഇപ്പം ഈ നോമ്പെടുക്കാത്തവരും പ്രാർത്ഥിക്കാത്തവരും അനുഭവിക്കാത്തവർക്കും ഒരു കുഴപ്പമില്ല. അവർക്ക് അവസാനമേ ഉള്ളൂ കുഴപ്പം. അവിടെ ഒരു കേസ് കഴിഞ്ഞിന് വന്നുകൊണ്ടിരിക്കുക. ആ കേസൊന്നും ഇപ്പോൾ എടുക്കുകയില്ല. അവസാനം എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് അവരെ കത്തിച്ചാൽ കളയുക. നമ്മുടെ കേസ് ഇപ്പോൾ എടുക്കുന്നത് കത്തിക്കാൻ
ഇടയാകാതെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ ഉൾക്കാഴ്ചയും നമുക്ക് വേണം. അപ്പോൾ പള്ളിയിൽ പോകുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും നോമ്പ് നിൽക്കുന്നവർക്കും ഒരു സ്വസ്ഥതയും കിട്ടുകയില്ല. ഇപ്പോൾ അവരെ തന്നെ ശിക്ഷിക്കുക, ശിക്ഷാവധി നമ്മളെ തന്നെ നമ്മൾ ശിക്ഷിക്കുകയാണ്. അങ്ങനെ ദൈവം നമ്മളെ ശിക്ഷിക്കാതിരിക്കാൻ, ലോകത്തോടുകൂടെ നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ, ലോകത്തെ ശിക്ഷാവധിച്ച് കത്തിച്ച് കളയുമ്പോൾ കത്താതിരിക്കണമെങ്കിൽ ഇപ്പോഴേ നമ്മളെ തന്നെ ശിക്ഷിക്കണം. ആത്മഹത്യ ചെയ്യണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. നമ്മുടെ ത്യാഗങ്ങൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ ദാരിദ്ര്യങ്ങൾ, നമ്മുടെ സഹനങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ശുദ്ധീകരണത്തിനാണെന്നുള്ള ബോധത്തിൽ ചെയ്യാമെങ്കിൽ ലോകം കത്തി നശിക്കുമ്പോൾ നോഹയുടെ പെട്ടകത്തിൽ നോഹയും കുടുംബം രക്ഷപ്പെട്ടതുപോലെ സഭയാകുന്ന ആ പെട്ടകത്തിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. ഇനിയും ജലപ്രളയമല്ല വരാവുന്ന, അഗ്നിപ്രളയമാണ് വരാൻ പോകുന്നത്. ഈ ലോകത്തെ കത്തിക്കാൻ പോവുകയാണ്. കത്തിക്കാൻ ഒരു വിഷമവുമില്ല. അഗ്നിപർവ്വതം അകത്തുണ്ട്, അത് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വന്നാൽ മതി. പുറത്തെ കത്തിക്കാൻ വേണ്ടി ബോംബുകൾ, എല്ലാ രാഷ്ട്രത്തലവന്മാരുടെയും കയ്യിൽ ബോംബുകളുണ്ട്. ആ ബോംബിൻ്റെ റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിലുമുണ്ട്. ഒന്ന് ഞെക്കിയാൽ മതി, എല്ലാ ബോംബുകളും മിസൈൽ വഴി എവിടെയെങ്കിലൊക്കെ പോയി വീണ് എല്ലാ രാഷ്ട്രത്തിലെയും മിസൈലുകൾ ഈ ബോംബും കൊണ്ട് ചെന്ന് ഈ ഭൂമി അവിടെ കത്തിക്കാൻ ഒരു വിഷമവും ഇല്ല. പരിശുദ്ധാത്മാവെന്ന കാര്യത്തിന് അവിടെ കയ്യെ പിടിച്ചിരിക്കുക. ഇപ്പം ഞെക്കണ്ട, ഈ സങ്കേതവനത്തിൽ വരുന്നവരോട് രക്ഷപ്പെട്ടോട്ട്, ആ പള്ളിയിൽ പോകുന്നവരോട് രക്ഷപ്പെട്ടോട്ട്, നോമ്പെടുക്കുന്നവരും കുമ്പസാരിക്കുന്നവരും കുമ്പിടുന്നവരും കുർബാന ചെല്ലുന്നവരും ചൊല്ലിക്കുന്നവരോട് രക്ഷപ്പെട്ടോട്ട് എന്ന് പറഞ്ഞ് കർത്താവ് ഈ രാഷ്ട്രത്തലവന്മാരുടെ എല്ലാം കയ്യെ പിടിച്ചിരിക്കുക. ഇപ്പം ഞെക്കണ്ട എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുക. കർത്താവിന് കിട്ടേണ്ടവരെല്ലാം കിട്ടിക്കഴിയുമ്പോൾ, കർത്താവിൻ്റെ കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ, കുർബാനകളും തീരുമ്പോൾ കൈ അങ്ങെടുക്കും. പരിശുദ്ധാത്മാവിൻ്റെ കാര്യത്തിൻ്റെ കൈ അങ്ങോട്ട് മാറ്റിയാൽ മതി. തടയുന്നവനെ മാറിയാൽ മതി. ആർത്തിയോടെ, വൈരാഗ്യത്തോടെ രാഷ്ട്രത്തലവന്മാർ അവിടെ റിമോട്ട് കൺട്രോൾ ഞെക്കും. ഇത് അഗ്നിപ്രളയമാകും, എല്ലാം കത്തിത്തകരും. അപ്പം നിലവിളിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അഗ്നിപ്രളയത്തിൽ ചാമ്പലാകാതിരിക്കണമെങ്കിൽ, ചാരമാകാതിരിക്കണമെങ്കിൽ ഇപ്പം തന്നെ യേശുവാകുന്ന ആ രക്ഷകന്റെ വഴിയും വാതിലും കണ്ടെത്തണം. എല്ലാ ദിവസവും രക്ഷകനെയും, ആ രക്ഷകനായ യേശുവിൻ്റെ വഴിയെയും വാതിലിനെയും കണ്ടെത്തി അവൻ്റെ ഉള്ളിൽ പ്രാണൻ കയറിക്കോണം. എല്ലാ ദിവസത്തെയും പ്രാണൻ കയറി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കിടക്കാവൂ. അങ്ങനെയാണോ നമ്മുടെ ദിവസങ്ങൾ? അങ്ങനെ കഴിഞ്ഞ കാല ജീവിതത്തിൽ എത്ര ദിവസത്തെ പ്രാണൻ ഇനിയും പാതാളത്തിൽ കിടപ്പുണ്ട്? എത്ര ശതമാനം പ്രാണൻ യേശുവിൻ്റെ ഉള്ളിലായി? ബാക്കിയൂടെ കയറ്റാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. അങ്ങനെ കുഴഞ്ഞേറ്റിൽ പോയ പ്രാണനെ കൂടെ കയറ്റി 100% പ്രാണൻ യേശുവിലായാലേ നമ്മുടെ സ്തുതിയും ആരാധനയും പൂർണ്ണതയുള്ളതാകുള്ളൂ. അല്ലെങ്കിൽ ഒരറ്റം പാതാളത്തിൽ കിടക്കും, ഒരറ്റം ഇവിടെ കിടക്കുമ്പോൾ യാതൊരു സ്വസ്ഥതയും കിട്ടിയില്ല. വടമലിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എത്ര പള്ളിയിൽ പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും സ്വസ്ഥത ഉണ്ടായിട്ടില്ലെങ്കിൻ്റെ അർത്ഥം പ്രാണൻ ഇനിയും കയറാനുണ്ട്. നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ കൂടെ രക്ഷിക്കാൻ കർത്താവ് നമ്മളെ ആദ്യം വിളിക്കുകയാണെന്ന് വിചാരിച്ച് കുടുംബത്തിന് രക്ഷിക്ക് വേണ്ടി നമ്മൾ ജാഗരിക്കേണ്ടി വരും. അങ്ങനെ കല്യാണത്തിന് പോകേണ്ടവരെ മുഴുവൻ വീണ്ടെടുക്കുവാൻ കുർബാനകൾ നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അഗ്നിപ്രളയം എപ്പോൾ വേണേലും വരാം, എന്ന് വേണേലും വരാം. അതിനു മുമ്പേ നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറിയ പോലെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിൽ, ആ സഭയിൽ എത്രയും വേഗം പ്രാണൻ കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അഗ്നിപ്രളയത്തിൽ നമ്മൾ അവൻ്റെ ഉള്ളിൽ ഭദ്രമായിരിക്കും. അതുകൊണ്ട് ഒരഗ്നിയും നിന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് പറയുന്ന യെശയ്യാ 43 അന്വർത്ഥമാകണം. എത്രാം വാക്യവാ? അഗ്നിയിൽ കൂടെ കടന്നാൽ നിനക്കൊന്നും പറ്റുകയില്ലെന്ന് പറഞ്ഞാൽ എത്രാമത്തെ വാക്യവാ? അതൊന്ന് വായിച്ചാട്ടെ. 41 യെശയ്യാ 41 എത്രാം വാക്യത്തിൽ? അഗ്നിയിൽ കൂടെ പോയാൽ നിനക്കൊന്നും പറ്റുകയില്ല, നീ ഫയർ പ്രൂഫായി തീരും. എത്രാം വാക്യം അത്? അഗ്നിപ്രളയം വരാൻ പോകുന്നു, അതിനു മുമ്പേ തന്നെ ഫയർ പ്രൂഫായോ? എത്രാം വാക്യവാ? 2-ാം വാക്യത്തിൽ എങ്ങനെയാ പറയുന്നത്? നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ ഞാൻ നിന്നോട് ഇരിക്കും, നീ നദിയിലൂടെ കടന്നാൽ കവിയുകയില്ല, നീ തീയിൽ കൂടെ കടന്നാൽ വെന്തു പോകയില്ല, അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഈ വാക്യം നമ്മുടേതാകണം. അതിനാ കുർബാന നിർത്തിയിരിക്കുന്നത്. കുർബാന നിർത്തി കർത്താവേ അഗ്നിപ്രളയം എപ്പം വേണേലും വരാം, അതിനു മുമ്പേ ഞാൻ ഫയർ പ്രൂഫായി അഗ്നി തൊടാത്ത അവസ്ഥയിലായി യേശുവിൻ്റെ ഉള്ളിലാവണം എനിക്ക്. ഒരു ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ അനുഭവം. അങ്ങനെ നമ്മുടെ എല്ലാ പ്രാണനും കുഴഞ്ഞു ചേരുന്ന കയറി പുതിയ സൃഷ്ടിയായി യേശുവിൻ്റെ ഉള്ളിൽ മറഞ്ഞാൽ യേശുവിൻ്റെ മാറിൽ നമ്മുടെ പ്രാണനിരിക്കാനൊരു രഹസ്യ സ്ഥലമുണ്ട്. കർത്താവിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് പ്രാണൻ യേശുവിൻ്റെ മാറിൽ എത്തിക്കഴിഞ്ഞാൽ ആ മാറിൽ നമ്മളെടുത്ത് മണവാട്ടിയെ സൃഷ്ടിക്കുകയാണ്. ഒന്നാമത്തെ ആദാവിൻ്റെ വാരിയലിലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചതുപോലെ ഒടുക്കത്തെ ആദാവായ യേശുവിൻ്റെ
മാറിൽ എത്തിച്ചേരുന്ന പ്രാണന് മാത്രമേ മണവാട്ടിയാകാനൊക്കെയുള്ളൂ. മണവാട്ടിക്ക് മാത്രമേ മണവാളിൽ മറിഞ്ഞിരിക്കാനൊക്കെയുള്ളൂ. അല്ലാത്തവരെല്ലാം കത്താൻ പോവുക. കത്താതിരിക്കണമെങ്കിൽ ഇടുക്കുവാതിൽ കണ്ടെത്തണം. ഇടുക്കുവാതിൽ കണ്ടെത്തി ഇടുക്ക് വഴിയിലൂടെ കയറണം. സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പാടില്ല. എല്ലാം ദൈവ ഇഷ്ടപ്രകാരം മാത്രം ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ കാര്യത്തിൽ 1 തീമോഥെയോസ് 6 അധ്യായത്തിൽ ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഇടുക്കവും ഞെരുക്കവും ഉള്ളതായ ഈ വാതിൽ കണ്ടെത്തി വഴിയിലൂടെ യേശുവിൻ്റെ ഉള്ളിൽ പ്രാണനെ എത്തിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് അറേബ്യയിൽ തപസ് ചെയ്ത ആ വഴികൾ കണ്ടെത്തിയിട്ട് താൻ സ്ഥാപിച്ച സഭകളിലുള്ള മക്കൾക്കെല്ലാം തൻ്റെ പ്രിയ മകനായിരുന്ന തീമോഥെയോസിന് ആ കാര്യം എഴുതി അറിയിക്കുന്നുണ്ട്. 1 തീമോഥെയോസ് 6 അധ്യായത്തിൽ 6 വാക്യം മുതൽ അലംഭാവത്തോടുകൂടി ദൈവഭക്തി വലുതായ ആദായമാകുന്നു. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ ഒന്നും യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാൻ ഉടുക്കാനുണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. അങ്ങനെ മതിയെന്ന് വെക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഈ അലംഭാവത്തോടുകൂടി ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാം. എന്നത് അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി. ഉണ്ണാൻ ഉടുക്കാനുണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളുടെ ആഗ്രഹങ്ങളുടെ എണ്ണം കുറച്ച് ഉണ്ണാൻ ഉടുക്കാനുണ്ടെങ്കിൽ മതി എന്ന് പറയുന്ന അവർക്ക് മാത്രമേ പ്രാണനെ ഇടുക്കുവാതിലൂടെ അകത്ത് കയറ്റാനുള്ളൂ. നമ്മുടെ വിചാരം ഉണ്ണാലും പോരാ, ഉറങ്ങിയാലും പോരാ, കോടിക്കണക്കിന് സമ്പാദിക്കണം, ബാങ്കിലും വേണം, പോക്കറ്റിലും വേണം, പേഴ്സിലും എപ്പോഴും നിറഞ്ഞിരിക്കണം, അതിനെന്തെല്ലാം വഴി പോയാലും ഇതിലേ പോയാലും കിട്ടണം, ഏത് വഴി വേണേലും പോകണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ദിവ്യാഗ്രഹത്തോടുകൂടെ ദൈവത്തെക്കാൾ അധികം ധനത്തിൽ ആശ്രയിച്ചാൽ അത് വിശാലമായ വഴിയും നാശമായ വഴിയുമായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അലംഭാവം എന്ന് പറയുന്നതാണ്. ദൈവമാണ് എൻ്റെ ധനം, ദൈവമാണ് എൻ്റെ സമ്പത്ത്, എനിക്ക് ദൈവം മതി, ദൈവം തരുന്നിടത്തോളം മതി. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ച് അവൻ നോക്കേണ്ടതെല്ലാം തരും. എനിക്ക് അവൻ തന്നെയാണ് എൻ്റെ ആഹാരം, അവൻ്റെ വേല തയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം, യേശുവാണ് എൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞ് കർത്താവിൽ സന്തുഷ്ടരായിരിക്കുന്നവരുടെ പേരാണ് അലംഭാവത്തോടുകൂടി ദൈവഭക്തി. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുക്കാനുണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളാൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ട് ഉഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. അപ്പം ദ്രവ്യാഗ്രഹം കൊണ്ട് വിശ്വാസം വിട്ട് ഉഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിട്ടുള്ളവരായി നമ്മൾ മാറിയെങ്കിൽ തിരിച്ചു വരിക. നിന്നെയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, നീയാണ് എൻ്റെ സമ്പത്ത്, നീ തരുന്നത് എനിക്ക് മതി, ഉണ്ണാനൊടുക്കാനും മാത്രം മതി, നാളത്തേക്ക് പോലും വേണ്ട, അന്നത്തേക്കുള്ളത് മതി, നീയാണ് എൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിച്ചു പോകുന്നവർക്ക് വേറെ ആഗ്രഹമൊന്നും വരികയില്ല. അവർക്ക് അന്നത്തെ വേല തയ്ച്ചാൽ മതി, അന്നത്തെ പ്രാണനെ കർത്താവിൻ്റെ ഉള്ളിൽ എത്തിച്ചാൽ മതി, കർത്താവ് എന്നും വരുമെന്ന് വിചാരിച്ച കർത്താവിൻ്റെ വരവിനെ കാത്തിരിച്ച് ജീവിക്കുക. അപ്പോൾ യേശുവിൻ്റെ 2ാമത്തെ വരവാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ ആശ. അവൻ ഇന്ന് വരുവാണ്, എനിക്ക് റെഡിയായിട്ട് പോകണം, എൻ്റെ പ്രാണൻ മുഴുവൻ അവൻ്റെ ഉള്ളിലാക്കണം. ഇന്ന് അവൻ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, ഞാൻ വിശുദ്ധിയെ തികച്ചോ എന്നെൻ്റെ പ്രാണൻ യേശുവിൻ്റെ കുരിശെടുത്തുകൊണ്ട് യാത്ര ചെയ്ത് അവൻ്റെ ഉള്ളിൽ എത്തിച്ചേരുമോ? ഈ ഒരു വിചാരത്തോടെ എല്ലാ ദിവസവും ആത്മാവിനെ അനുസരിച്ച് കർത്താവ് പറയുന്ന വഴിയേ അങ്ങ് പോയി, ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ പോകും, ഇതെൻ്റെ അവസാനത്തെ ദിവസമായിരിക്കാം. രാത്രി കിടക്കാൻ നേരത്ത് രാത്രി കർത്താവ് വന്ന് എന്നെ എടുത്തുകൊണ്ട് പോകും. നേരം എടുത്തപ്പോൾ കർത്താവ് വന്നില്ല, ഒരു ദിവസം കൂടെ ഉണ്ട്, ഈ ദിവസം കർത്താവിന് പറഞ്ഞ് എഴുന്നേൽക്കുക. ഇങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെയുള്ളവർക്ക് മാത്രമേ യേശുവിൻ്റെ വരവെങ്കിൽ യേശുവിൻ്റെ തലയോട് ചേരുന്ന ഉടലായി ആ മണവാളനോട് ചേരുന്ന മണവാട്ടിയാകാൻ കഴിയുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. 11-ാം വാക്യത്തിൽ വരുമ്പോൾ, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഇത് ഇടുക്കവും ഞെരുക്കമുള്ള വഴിയാണ്. ഈ ഇടുക്കമുള്ള ഞെരുക്കമുള്ള വഴി നമ്മൾ എല്ലാ ദിവസവും കണ്ടെത്തിയിട്ടുണ്ട്. തീമോഥെയോസിനോട് പറയാം, ഇങ്ങനെ അനേകർ അത്യാഗ്രഹത്തോടെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നതിനിടയിൽ അവിടെ വിശ്വാസം നഷ്ടപ്പെട്ട് ബഹുദുഃഖങ്ങൾ അധീരരായി അവർ കുഴഞ്ഞ ചേറ്റിലേക്ക് താണുകൊണ്ടിരിക്കുന്നു, അവിടെ പ്രാണൻ പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, മൃത്യു അവരെ മേയിച്ചുകൊണ്ടിരിക്കുന്നു. ആ കൂടെ നീ പോകരുത്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായിട്ടുള്ളവേ.
അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മനുഷ്യരാകാൻ ആഗ്രഹിച്ച് വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ നമ്മളിതൊക്കെ വിട്ട് ഓടേണ്ടി വരും. ആ വിടുകയും ഓടുകയും ചെയ്യുന്നത് ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിലൂടെയാണ്. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഇവ നമുക്ക് എത്ര ശതമാനം ഉണ്ടെന്ന് ചെക്കപ്പ് ചെയ്യാൻ ലാബറട്ടറിയിലേക്ക് പോകണം. നിങ്ങൾ എന്തെല്ലാം പരിശോധനയ്ക്ക് എവിടെയെല്ലാം പോയിരിക്കുന്നു, ബ്ലഡ് പരിശോധിക്കാൻ, പ്രഷർ പരിശോധിക്കാൻ, പല ശരീരത്തിൻ്റെ ഓരോ ബലഹീനത പരിഹരിക്കാൻ എന്തെല്ലാം ടെസ്റ്റുകളാണ് ആശുപത്രികളിലുള്ളത്. എന്നാൽ ഇത് പരിശോധിക്കാനായിട്ട് നിങ്ങൾ ഇവിടെ ടെസ്റ്റിന് പോയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ മനുഷ്യരായിട്ടുള്ള ഒരു ദിവസവും ഇതൊക്കെ ചെക്കപ്പ് ചെയ്യണം. ഇന്നത്തെ എൻ്റെ നീതി എങ്ങനെ ഇരിക്കുന്നു? പിതാവിനോട് ഞാൻ മറിഞ്ഞിരുന്നത് മതിയോ? ഇന്നത്തെ എൻ്റെ ഭക്തി എങ്ങനെ ഇരിക്കുന്നു? ഇന്നത്തെ എൻ്റെ വിശ്വാസം, എൻ്റെ സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ കർത്താവിനെ പിന്തുടരുവാൻ പറ്റിയ ആവശ്യത്തിനുണ്ടോ? ഇല്ലെങ്കിൽ ഉടനെ തന്നെ വിവരം അറിയിച്ച് അതിന് കുറവ് പരിഹരിച്ചുകൊണ്ട് കർത്താവിനെ പിന്തുടരുക. അങ്ങനെ ഓരോ ദിവസവും കർത്താവിനെ പിന്തുടർന്ന് യേശുവിൻ്റെ ഉള്ളിൽ പ്രാണനെത്തി യേശുവിന് കിടന്നുറങ്ങിയാൽ കർത്താവിൻ്റെ ഓരോ താമസമുണ്ടെങ്കിൽ കർത്താവ് തന്നെ ഉണർത്തും, മോളെ എഴുന്നേരെ, എനിക്ക് ശാലം കൂടെ താമസമുണ്ട്, നീ ഇന്ന് ഈ പണിയും കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്ത പണി ഏൽപ്പിക്കും. അങ്ങനെ ഓരോ ദിവസവും സ്വർഗീയ മണവാളനായ യേശു തൻ്റെ പ്രിയതമയായ മണവാട്ടിയെ ഉണർത്തി നീ ഇന്നതോടെ ചെയ്യ്, ഇതിലേ കൂടെ പോ, അതും കൂടെ ചെയ്യ് എന്ന് പറഞ്ഞ് ഓരോ ദിവസം കിട്ടുന്ന പണിയും ചെയ്ത് അന്നും കർത്താവിൻ്റെ കിടന്ന് ഉറങ്ങുക. രാത്രി വന്നാൽ പോവുക, പിറ്റേ ദിവസം വിളിച്ചുണർത്തി ഒരു ദിവസം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ അതും കൊണ്ട് പോവുക. ഇനി ഓരോ ദിവസവും യേശുവിനോടൊത്ത് ജീവിച്ചാൽ നമുക്ക് അഗ്നിപ്രളയത്തിൽ മുങ്ങിപ്പോകാതെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള ബോധ്യത്തോടെ നമ്മൾ ജീവിതയാത്ര തുടരാം. അപ്പോൾ സ്വയപരിശോധനയിൽ ശിക്ഷാർഹമായ രീതിയിൽ നമ്മൾ കുർബാന ചൊല്ലിയതിൻ്റെയും അനുഭവിച്ചതിൻ്റെയും ശിക്ഷയായിട്ടാണ് എനിക്ക് ഈ ആഴ്ചയിൽ കുർബാന വേണ്ട, കുർബാന അനുഭവിച്ചില്ലെങ്കിലും ഞാൻ പള്ളിയിൽ പോയിരുന്ന് കുമ്പിട്ട് കർത്താവിൻ്റെ കാലെ പിടിച്ചോളാം എന്ന് പറഞ്ഞ് ഈ ദിവസങ്ങളിലെ കുമ്പിടിയിലും പ്രാർത്ഥനയും ആരാധനയും നമുക്ക് അനുഗ്രഹകരമാകട്ടെ എന്ന് ആശംസിച്ച് അടുത്ത ശനി ഞായർ ദിവസത്തെ ഇവിടുത്തെ കുർബാന ഇത്രയും നാളത്തെ കുർബാനയിൽ കൂടെ വന്ന പ്രശ്നം പരിഹരിക്കാനുള്ള മുഖാന്തരമായിട്ട് കർത്താവിനെ സന്തോഷിപ്പിക്കാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനം ഇങ്ങനെ സമാഹരിക്കാം. കേൾവിക്കാരുടെ പ്രതിനിധിയായിട്ട് ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, പ്രാർത്ഥനയാൽ എപ്പോഴും കർത്താവിനെ കൂടെ അയച്ചുകൊണ്ട് മാറ്റമില്ലാത്ത ഭക്ഷണം കേൾക്കാനും ഗ്രഹിക്കാനും ഞങ്ങളെ തന്നെ ശോധന ചെയ്യാനും ഞങ്ങളെ ഉറവുകളെ മനസ്സിലാക്കാനും ഞങ്ങൾ അവസരത്തിനായി സ്തോത്രം. കർത്താവ് ഇടുക്കമുള്ള വാതിലൂടെ കിടക്കുന്നതിനെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചുള്ളത് കർത്താവിന്റെ അടുക്കലേക്ക് വന്നെങ്കിൽ വലിയ വഴി കർത്താവ് ഇടുക്കമുള്ളതും കർത്താവ് ഞെരുക്കമുള്ളതുമാണല്ലോ കർത്താവ്. ആ വാതിലിലൂടെ അകത്ത് കിടക്കാൻ ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ആ വാതിൽ യേശുവാകുന്ന വാതിലിലൂടെ അകത്ത് കിടക്കണമെങ്കിൽ കർത്താവ് അനേക ബദ്ധപ്പാടുകളുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിച്ചുള്ളത്. ആ വാതിൽ ഇതുവരെ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കർത്താവെ. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രാണം മുഴുവൻ യേശുവിലാകാതെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാണം ഓരോ ദിവസത്തെ കർത്താവെ പാതാളത്തിൽ കിടന്ന് അയ്യം വിളിക്കുമ്പോൾ അതിനെ മൃത്യു മേടിക്കുകയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ആ കർത്താവെ ഒരു പഴത്തിന് വേണ്ടി ആ ആദാവും ഹവ്വായും കർത്താവെ ദൈവരാജ്യം നഷ്ടപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അനേകം കർത്താവെ ദൈവരാജ്യത്തിന്റെ അനുഭവം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയവരാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നത്. ഞങ്ങളോട് ഒന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് മുതലായി ഇടുക്കമുള്ള വാതിൽ കണ്ടെത്താൻ കാണാം കർത്താവെ. അതിനുവേണ്ടി ഒന്ന് പോരാടുന്ന കാണാം കർത്താവ്. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കർത്താവെ ഈ ആഴ്ച കുർബാന കർത്താവെ ഞങ്ങൾ മാറ്റിവെച്ചിട്ട് നൊയമ്പിലൂടെ പ്രാർത്ഥനയിലും വാസ്തവലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകലെന്ന് കർത്താവിന്റെ വചനം പറയുമ്പോൾ ആ ജാതിയെ നീങ്ങി കളയുവാൻ ഉപസിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുള്ള ശക്തി ഞങ്ങൾക്കില്ലാതെ കുർബാനയുടെ അനുഭവം ഞങ്ങൾ തിരിച്ചറിയാതെ എന്ന് കർത്താവെ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതായത് കർത്താവെ ഞങ്ങൾ പലപ്പോഴും കുർബാന കണ്ടിട്ടുണ്ട്, കൊണ്ടിട്ടുണ്ട് കർത്താവെ, അനുഭവിച്ച് കർത്താവെ യൂദാ കുർബാന അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ കെട്ടിനാളുകളുടെ അനുഭവം ഉണ്ടായി. ഞങ്ങളുടെ ജീവിതത്തിൽ കുർബാന അനുഭവത്തിലൂടെ കർത്താവെ ഞങ്ങൾ പല രോഗികളായി ശാപങ്ങൾ കയറി വന്നു. ഞങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇടപെട്ടുപോയി. ഞങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധികൾ കയറി വന്നു എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അത് വേണ്ട പോലെ കുർബാന അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. അതുകൊണ്ട് ഈ ഒരാഴ്ചക്കാലം കർത്താവെ നോയമ്പില് വെള്ളിയാഴ്ച തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ കുർബാന വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് ഞങ്ങൾ കർത്താവെ നിന്നെ അല്ലാതൊന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ എല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവെ നമ്മൾ യേശുവിനെ കടിച്ചിടാനുള്ള സ്നേഹം കിട്ടുന്നത് വരെയും മാറിയിരുന്നു മറഞ്ഞിരുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നവ വരെയും പിതാവിന്റെ കൂടെ മറന്നിരിക്കുന്ന ഒരു നീതി പ്രാപിച്ചിട്ട് പിതാവിന്റെ കൂടെ ഇഷ്ടപ്പെട്ട് ആ കർത്താവെ അതുവരെ കാത്തിരുന്ന് ഞങ്ങളെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം ഭക്ഷിക്കാന്ന് പറഞ്ഞ പതിനെട്ടുകാരൻ കർത്താവെ ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ഞങ്ങളുടെ കുറവുകളെ ഒന്ന് മനസ്സിലാക്കി അതിനെ നേരിട്ട് പറഞ്ഞ് ഉപസാരിച്ചിട്ട് കുർബാനയിലൂടെ കയറി വന്ന മുഖത്തെല്ലാം ഇറക്കി വിട്ടിട്ട് അതിനോട് യാത്ര പറഞ്ഞിട്ട് കർത്താവിനെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ഒരുക്കിയിട്ട് പാവമാകുന്ന അശുദ്ധികളെല്ലാം ഞങ്ങൾ
കർത്താവെ. ഞങ്ങളെ അവിടെ നേറ്റെടുക്കണമേ കർത്താവെ. ഇനി വരുന്ന കുർബാന അനുഭവത്തിലൂടെ കർത്താവെ ഞങ്ങൾ പുതിയൊരു അനുഭവമായി തീരുവാൻ, പഴയതല്ല ഒരു പുതിയ കർത്താവിന് ഒരു സൃഷ്ടിയായി കഴിഞ്ഞാൽ, കർത്താവിന് ഒരുവരായി കഴിഞ്ഞാൽ അത് പുതിയ സൃഷ്ടിയായി തീരുന്നു. പഴയതെല്ലാം കഴിഞ്ഞു പോകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പഴയതെല്ലാം കഴിഞ്ഞിട്ട് പുതിയ സൃഷ്ടിയായി കുർബാന അനുഭവിക്കണം. അങ്ങനെ സഭയാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളായി ഞങ്ങൾ മാറുവാൻ, ഞങ്ങളുടെ ദേശീയ മണ്ഡലം കർത്താവിനായി മാറി, ഞങ്ങളുടെ ബോധവിചാര ഹൃദയം യേശുവിനായി, ഞങ്ങൾ യേശു ഒന്നായി തീർന്ന് അങ്ങനെ എടുക്കുവാതിലൂടെ അകത്ത് കിടന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ പൊന്നുമക്കളായി ഞങ്ങൾ മാറുവാൻ കൊണ്ട് കർത്താവെ ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങളുടെ കടകളിലേക്ക് പൂർണ്ണമായി വിട്ടുതരട്ടെ കർത്താവെ. ഞങ്ങളെ അവിടെ നേറ്റെടുക്കണമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളോട് കണ്ണു തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വചനം വിട്ട് ഞങ്ങളെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ കർത്താവിനെ മാത്രം ആഗ്രഹിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിപ്പിച്ചല്ലോ അനേക കാര്യങ്ങൾ. ഞങ്ങൾക്ക് ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന്. കർത്താവെ ഞങ്ങൾ നഗ്നരായിട്ട് ലോകത്തിലേക്ക് വന്നു, നഗ്നരായിട്ട് ലോകത്തിൽ നിന്ന് പോകുമെന്ന്. കർത്താവെ ഞങ്ങളുടെ സമ്പത്ത് കർത്താവാണെന്ന്, കർത്താവല്ലാത്തൊരു സമ്പത്ത് ഞങ്ങൾക്ക് വേണ്ടെന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തിനെ ആഗ്രഹിച്ച്, ദ്രവ്യാഗ്രഹത്തിൽ ആഗ്രഹിച്ച്, ധനമോഹങ്ങൾ ആഗ്രഹിച്ച് സമ്പത്ത് വിട്ടുവയ്ക്കാൻ ഞങ്ങൾ എന്നും പോരാടിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കാലയളവിൽ നിന്ന് അതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് കർത്താവിന് വേണ്ടി എല്ലാം കളഞ്ഞ് തെറ്റിച്ച് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് കർത്താവാണ്. കർത്താവിനെ കൂടാതെ ഞങ്ങൾക്ക് ഒരു സമ്പത്തും വേണ്ട. കർത്താവ് തരാത്ത ഒന്നും ഞങ്ങൾക്ക് വേണ്ട. കർത്താവ് തരാത്ത എന്ത് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്തു കളഞ്ഞ് കർത്താവാകുന്ന സമ്പത്തിനെ കയറിപ്പിടിച്ച് കർത്താവിന്റെ ഉള്ളിൽ മറന്നിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ ഞങ്ങൾ രാത്രി കിടക്കുമ്പോൾ ഞങ്ങളുടെ പ്രാണം മുഴുവൻ യേശുവിലായോ എന്ന് ഞങ്ങൾ നോക്കിയിട്ടല്ല കിടക്കുന്നത്. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. ഞങ്ങളുടെ പ്രാണം മുഴുവൻ യേശുവിലാക്കിയിട്ട് കർത്താവെ ഒന്ന് ചെന്ന് നോക്കിയതിനു ശേഷം കിടക്കാൻ ഇന്ന് മുതലെങ്കിലും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലെ പകലുള്ള അധ്വാനത്തിലൂടെ കർത്താവിന് ഇഷ്ടമില്ലാത്ത വഴിയിലൂടെയും ഇഷ്ടമില്ലാത്ത ജീവിതത്തിലൂടെയും ഇഷ്ടമില്ലാത്ത സംസാരത്തിലൂടെയും ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയിലൂടെയും കർത്താവെ ഞങ്ങൾ കർത്താവിനെ വിട്ടിട്ട് ജനലോകത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രാണം പാതാളത്തിൽ കയ്യം പിടിച്ച് വൃത്തിപയോഗിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ പ്രാണം യേശുവിലാകാതാണ് ഇതുവരെ ഞങ്ങൾ കിടന്നുറങ്ങിയെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ബലഹീനതയുണ്ട് കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ പാപമുണ്ട്, ശാപമുണ്ട്, രോഗമുണ്ട്. അതെല്ലാം കർത്താവിനെ കുറിച്ച് ചോദിച്ചെടുക്കട്ടെ. എന്നാൽ കർത്താവെ രണ്ടു തരം രോഗികളെ കുറിച്ച് കേട്ടു. കർത്താവിനെ രോഗം ശീലിച്ച ഒരു അനുഭവം ഞങ്ങൾ കേട്ടു. കർത്താവ് മൂന്ന് രോഗികളെ സൗഖ്യമാക്കിയിട്ട് പലരെ പോയി തലവേദനയുമായിട്ട് മാറിയിരിക്കുന്ന ഒരു അനുഭവം. കർത്താവ് ബലഹീനർക്ക് വേണ്ടി അവിടുന്ന് ബലഹീനങ്ങൾ ഏറ്റെടുക്കുന്ന ബലം വർദ്ധനായി മാറിയിരിക്കുന്ന ഒരു അനുഭവം. അങ്ങനെ കർത്താവെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും രണ്ടു തരം രോഗത്തെ കുറിച്ചും ബലഹീനതകളെ കുറിച്ചും ഞങ്ങൾ കേട്ടു. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ബലഹീനതയില്ലാത്ത കർത്താവെ ബലഹീനരായി ഞങ്ങൾ മാറിയിരിക്കുന്നതിന്റെ കാരണം ബലമുള്ളവരുടെ കൈ കാണിപ്പാൻ കഴിയുന്നില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവെ. ഞങ്ങളിൽ നിന്ന് കുർബാന അനുഭവത്തിലൂടെ കയറി വന്ന പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും മാറുവാൻ ഞങ്ങൾ ഈ നോയമ്പിലൂടെ ഈ ഉപവാസത്തിലൂടെ കാത്തിരുന്നു കർത്താവെ. ഞങ്ങൾ പൂർണ്ണമായി ദൈവത്തിന്റെ മക്കളായി തീരുവാൻ അഗ്നിപ്രളയം കത്തി വരുന്ന ഒരു ദിവസം ലോകയെ കൊണ്ടുപോകുന്ന ദൈവസഭയിൽ കയറിയതുപോലെ കർത്താവിന്റെ ഉള്ളിൽ കയറി ഞങ്ങളുടെ പ്രാണം മുഴുവനും കർത്താവിൽ മറച്ചു തരുവാൻ ദൈവമേ ഒന്ന് സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. തീർ കൂടി നടന്നാൽ വെന്തുപോകില്ല, അഗ്നിനെ ദഹിപ്പിച്ച് കളയുമെന്ന് അങ്ങയുടെ വചനം പറയുമ്പോൾ ഞങ്ങൾ ഇന്ന് തീർ കയറിയാൽ വെന്തുപോകുന്നു. അഗ്നിനെ ഞങ്ങളെ ദഹിപ്പിച്ച് കളയുന്നു. ലോകയെ കുടുംബത്തെ പോലെ ഞങ്ങൾ അനുസരിക്കുന്നില്ല. അനുസരണം കെട്ടവരായി ഞങ്ങൾ മാറിപ്പോയിരിക്കുന്നു. കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഒന്ന് കർത്താവേ ഞങ്ങളോട് കർമ്മ തോന്നണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ തന്നിട്ട് ഞങ്ങൾക്ക് പാപബോധം തരണം. ജഡമോഹം, കൺമോഹം, ജീവിതത്തിനാവും ഞങ്ങളെ കേൾപ്പിടിച്ചിരിക്കുന്നു. മോഹം ഞങ്ങളെ വിട്ടുപോകുന്നില്ല. ഞങ്ങൾക്ക് മോഹമുണ്ട്, പാപമുണ്ട്, അശുദ്ധിയുണ്ട്. കർത്താവേ ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അപ്പായിരുന്നവല്ല പറിച്ചു കളയുവാൻ ഈ നോയമ്പിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങൾക്കൊരു പാപബോധം തരണമേ, ഒരു പശ്ചാത്താപം തരണമേ. ഞങ്ങളുടെ ഹൃദയത്തോട് കർത്താവ് ഇടപെടണമേ. എല്ലാ പോഷകളും ഞങ്ങൾ എടുത്തു കളയണേ. അശുദ്ധികളെല്ലാം ഞങ്ങൾ ഇന്ന് മാറ്റിക്കളയണമേ. പൊന്നു കർത്താവിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകണമേ. പൊന്നു കർത്താവിന്റെ തിരുചോരയാൽ ഞങ്ങളെ ഒന്ന് കഴുകണമേ. താവേ ഞങ്ങൾക്ക് ഈ ലോകത്തിലൊന്നും വേണ്ട. ഈ ലോകം ഞങ്ങൾക്ക് കൈപ്പായി മാറണമേ. ഈ ലോകം ഞങ്ങൾക്ക് വെറുപ്പായി മാറണമേ. താവേ ഈ ലോകത്തെ വെറുത്ത് കർത്താവേ ഈ ലോകത്തോടുള്ള സകലത്തെ ഞങ്ങൾ ഉപേക്ഷിച്ച് എന്റെ കർത്താവിനെ മാത്രം ആഗ്രഹിക്കുവാൻ, എന്റെ പൊന്നു കർത്താവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവിൽ മാത്രം ഞങ്ങൾ രസിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വരെയുള്ള എല്ലാ കുറവുകളും ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ ഒരു ബുദ്ധി സൃഷ്ടികളായി പഴയതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ദൈവത്തിന്റെ പ്രിയമക്കളായി തീരുവാൻ, പൊന്നുമക്കളായി മാറുവാൻ ഞങ്ങളെ സമ്പൂർണ്ണമായ ദൈവങ്ങൾ തരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് യേശുവിനെയാണ്. യേശുവിനെ എല്ലാം ഞങ്ങൾക്ക് ആരെയും വേണ്ട, ഒന്നിനെ വേണ്ട, ഒന്നും വേണ്ട. യേശുവിനെ മാത്രം മതി. യേശു തരുന്നത് മതി.